ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം യോഹന്നാൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യം. നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു എന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്ക് അറിയാം, സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു. ഒരു പ്രഭാതത്തിൽ സാമുവേൽ എന്നൊരു കുട്ടി ഒരു വീടിൻ്റെ വാതിലിൽ മുട്ടി. വാതിൽ തുറന്ന ഗൃഹനാഥയോട് അവൻ ഒരു ജോലിക്കായി അപേക്ഷിച്ചു. പക്ഷേ അവർ അത് നിഷേധിച്ചു. അവൻ ദൈന്യപൂർവ്വം വീണ്ടും അപേക്ഷിച്ചപ്പോൾ ദയാലുവായ ആ സ്ത്രീ അവരുടെ ഗാർഡനിലെ ജോലികൾ ചെയ്യുവാനായി അവനെ നിയോഗിച്ചു. എന്ത് ശമ്പളം വേണം എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ശമ്പളം വേണ്ട, ഭക്ഷണം മതി. അവൻ വിശപ്പ് കൊണ്ടാണ് ജോലിക്ക് വന്നത് എന്ന് കരുതി ഭക്ഷണം കഴിഞ്ഞിട്ട് പണി ചെയ്താൽ മതിയെന്ന് ആ സ്ത്രീ പറഞ്ഞെങ്കിലും സാമുവേൽ പറഞ്ഞു, പണി കഴിഞ്ഞ് ഭക്ഷണം മതി എന്ന്. ഏതാണ്ട് 1 മണിക്കൂർ സമയം കൊണ്ട് അന്ന് അവനെ ഏൽപ്പിച്ച ജോലി അവൻ ഭംഗിയായി പൂർത്തീകരിച്ചു. ഗൃഹനാഥ വളരെ സന്തുഷ്ടയായി. തുടർന്ന് ഭക്ഷണം കൊടുത്തപ്പോൾ അവനത് പ്ലാസ്റ്റിക് ബാഗിൽ വാങ്ങി വീട്ടിൽ കൊണ്ടുപോകുവാൻ ശ്രമിച്ചു. ആ സ്ത്രീ ചോദിച്ചു, എന്താ ഇവിടെ ഇരുന്ന് കഴിച്ചുകൂടെ? സാമുവേൽ പറഞ്ഞു, വീട്ടിൽ എൻ്റെ അമ്മ സുഖമില്ലാതെ കിടക്കുകയാണ്. രാവിലെ മരുന്ന് കഴിപ്പാൻ സമയമായി. അതിനു മുമ്പ് അമ്മയ്ക്ക് ഭക്ഷണം നൽകണം. അത് കേട്ട ആ സ്ത്രീയും സാമുവേലിനൊപ്പം അവൻ്റെ വീട്ടിലേക്ക് ചെന്നു. സുഖമില്ലാതെ കിടക്കുന്ന സാമുവേലിൻ്റെ അമ്മയെ ആശ്വസിപ്പിച്ചു. അവർ പറഞ്ഞു, നിങ്ങളുടെ മകൻ വളരെ സ്നേഹമുള്ളവനാണ്. സാമുവേലിൻ്റെ അമ്മ പറഞ്ഞു, ഞങ്ങൾ ദരിദ്രരാണ്, എന്നാൽ സ്നേഹിക്കുന്നതിൽ ഞങ്ങൾ ധനികരാണ്. ധനത്തിൻ്റെ കാര്യത്തിൽ അനേകരും സമ്പന്നരാണ്, പക്ഷേ സ്നേഹിക്കുന്നതിലോ? സ്നേഹമുണ്ടെങ്കിൽ ജീവിക്കുവാൻ ധനം വേണമെന്നില്ല. എന്നാൽ എത്ര ധനമുണ്ടെങ്കിലും സ്നേഹമില്ലെങ്കിൽ ജീവിക്കുവാൻ കഴിയാതെ പോകും. അതുകൊണ്ടാണ് പല ധനികരും ആത്മഹത്യ ചെയ്യുന്നത്. ഭക്ഷണത്തെക്കാളും ഓക്സിജനേക്കാളും അനിവാര്യമാണ് സ്നേഹം. സ്നേഹമില്ലാതെ കുറച്ച് നാൾ നമുക്ക് കഴിഞ്ഞുകൂടുവാൻ കഴിഞ്ഞേക്കും, പക്ഷേ അങ്ങനെ എത്ര നാൾ കഴിയും? സ്നേഹമില്ലായ്മ തന്നെയാണ് മരണം എന്ന് പറയുന്നുണ്ട്. സ്നേഹമുള്ളിടത്ത് ജീവിക്കുവാൻ നിരവധി മാർഗങ്ങളുണ്ടാവും. സ്നേഹമില്ലാത്തടത്ത് ഉള്ള മാർഗങ്ങളും അടഞ്ഞുപോകും. നമുക്ക് അല്പമേ ഉള്ളൂ എങ്കിലും സ്നേഹമുണ്ടെങ്കിൽ അത് പങ്കുവയ്ക്കുവാൻ നാം പ്രാപ്തരാകും. മറിച്ച് സ്നേഹമില്ലെങ്കിൽ എന്തെല്ലാം ഉണ്ടായിരുന്നാലും അല്പം പോലും പങ്കുവയ്ക്കുവാനാവില്ല. സഹോദരങ്ങളെ സ്നേഹിക്കുന്നവർ ദരിദ്രരെങ്കിലും ജീവിക്കുന്നവരാണ്. ആകയാൽ പ്രിയമുള്ളവരെ, നമുക്ക് ജീവിക്കുന്നതിനുള്ള മാർഗം സ്നേഹമാണ്. സ്നേഹിക്കാം, എല്ലാവരെയും സ്നേഹിക്കാം, ശത്രുക്കളെയും സ്നേഹിക്കാം. അങ്ങനെ നിത്യജീവൻ്റെ അനുഭവക്കാരാകാം. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, കേട്ട വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. അന്യോന്യം സ്നേഹിക്കുവാൻ നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വലിയ കൽപ്പനയ്ക്കായി നന്ദി പറയുന്നു. കർത്താവേ, ശത്രുക്കളെയും ഞങ്ങളെ വെറുക്കുന്നവരെയും സ്നേഹിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ മനസ്സിനെ അവിടുന്ന് ഒരുക്കണമേ. അതിനായിട്ടുള്ള പക്വത ഞങ്ങൾക്ക് അവിടുന്ന് നൽകണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.